പാലക്കാട് ധോണി നീലിപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ പടക്കം പൊട്ടി വനംവകുപ്പ് RRT വാച്ചർ സൈനുൽ ആബിദിന് പരിക്കേറ്റു. കൈവിരലുകൾക്ക് സാരമായി പരിക്കേറ്റ ആബിദിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനയെ തുരത്തുന്നതിനിടെ പടക്കം കൈവിരലിരുന്ന് പൊട്ടുകയായിരുന്നു. ധോണിയിലും പരിസരത്തും 2 ദിവസങ്ങളിലായി ജനവാസ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. ഒലവക്കോട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ കാട്ടാനകളെ കാടുകയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. കൊഴിഞ്ഞാമ്പാറയിലെ CPM വിഭാഗീയത സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ല. സമാന്തര പാർട്ടി ഓഫീസ് തുറന്ന് വിമത വിഭാഗം. CPM ജില്ലാ ഏരിയ നേതൃത്വങ്ങൾക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ തീരുമാനം വൈകിയതോടെയാണ് EMS സ്മാരകമെന്ന സമാന്തര പാർട്ടി ഓഫീസ് ആരംഭിച്ചത്. ഈ ഓഫീസ് കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിക്കാനുള്ള എല്ലാവർക്കും ഒത്തുചേരാനുള്ള സ്ഥലമായും ജനസേവാ കേന്ദ്രമായും പ്രവർത്തിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S. സതീഷ് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് സമീപകാലത്ത് CPMൽ എത്തിയ വ്യക്തിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ് വിഭാഗീയതയ്ക്ക് കാരണമായത്. ഇതേ തുടർന്ന് കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സമ്മേളനം 3 തവണ മാറ്റിവെക്കേണ്ടി വന്നു. സമ്മേളനം നടത്തിയെങ്കിലും പ്രകൃതി സമ്മേളനത്തിനും പൊതുയോഗത്തിനും വേദി സമീപ പഞ്ചായത്തുകളിലായിരുന്നു. മറ്റു മേഖലയിലെ പ്രവർത്തകരും പ്രതിനിധികളുമാണ് പങ്കെടുത്തത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ S. മുഹമ്മദ് ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. M. സതീഷ്, V. ശാന്തകുമാർ, N. വിജയാനന്ദ്, ദീപ സുമേഷ്, ഫാരിദ, A. മുഹമ്മദ് ബഷീർ, A. സദ്ദാം ഹുസൈൻ എന്നിവർ സംസാരിച്ചു. യുവാക്കളുടെ ശ്രദ്ധ കായിക ഇനങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ദുഷിച്ച ചിന്തകളിൽ നിന്നും അവരെ അകറ്റാൻ കഴിയുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. 11ാമത് പാലക്കാട് ജില്ലാ ആംസ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ചെമ്പൈ സംഗീത കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുതലമുറയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത്. ചെറുപ്രായത്തിലെ കുട്ടികളിൽ കലാകായിക വാസനകൾ വളർത്തിയെടുത്താൽ ഇവർ വഴിതെറ്റിപ്പോകുന്നത് തടയാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്താ വെച്ചാൽ കുട്ടികൾക്ക് വേറെ രീതിയിലുള്ള സ്വഭാവങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ മയക്കുമരുന്നും ഇതൊക്കെ നടക്കുകയാണ്. ചെറിയ കുട്ടികളിൽ വരെ അതിൽ പങ്കാളികളാക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആരോഗ്യത്തിന് വളരെ ശ്രദ്ധ ഉണ്ടാകും. അത് കൂടാതെ തന്നെ ഏകാഗ്രത ഏറ്റവും വർദ്ധിക്കുന്ന ഒരു പരിശീലനമാണ്. പണ്ട് പുരാണത്തിലൊരു കഥയുണ്ട്. അർജുനനെ കൊണ്ട് ദ്രോണാചാര്യന് ചോദിച്ചു, ആ ഒരു പക്ഷിയെ വെച്ചിട്ട് അമ്പയ്യാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്താ കാണുന്നു ചോദിച്ചു. ഞാൻ ആ വൃക്ഷവും പക്ഷിയും കണ്ടിട്ട് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇപ്പം എന്ത് ചോദിച്ചു പക്ഷിയുടെ തല കാണുന്നുണ്ട് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, കണ്ണ് മാത്രമേ കാണുള്ളൂ. അങ്ങനെ നമുക്കൊരു ഏകാഗ്രത ഉണ്ടാക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ കഴിയും. ഉദ്ഘാടന ചടങ്ങിൽ ആം റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. മുരുകദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V. പ്രസാദ് ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനിമോൾ, പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. നഗരസഭാംഗം സെയ്ദ് മീരാൻ ബാബു, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് C. ഹരിദാസ്, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് P. രാജേഷ്, KC പ്രീത്, അഡ്വക്കേറ്റ് KR സന്തോഷ് കുമാർ, A. ഷാഹുൽ കമൈ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, മാസ്റ്റേഴ്സ്, സീനിയേഴ്സ് എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ജില്ലയിലെ വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് 200ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പോരാടിയ വിപ്ലവകാരിയായ മഹാകവി കുമാരനാശാന്റെ കൃതികളെയും കാഴ്ചപ്പാടുകളെയും പറ്റി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കരിമ്പ പനയമ്പാടം നവോദയ വായനശാല കുമാരനാശാൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ആശാന്റെ കൃതികളെ ആസ്പദമാക്കി ക്വിസ് മത്സരം, കവിതാലാപനം, പ്രസംഗം എന്നിവ നടത്തിക്കൊണ്ടായിരുന്നു പരിപാടി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി നിർമ്മലാദേവി കുമാരനാശാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആധുനിക കവിത്രയത്തിൽ ആശയഗംഭീരനായ കുമാരനാശാൻ മൺമറഞ്ഞിട്ട് 100 വർഷം പൂർത്തിയായിട്ടും അദ്ദേഹം തുടക്കം കുറിച്ച സാമൂഹ്യ വിപ്ലവത്തിനും രചനകൾക്കും ഇന്നും എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. കവിതകളിലൂടെ സാമൂഹ്യ വിചാരങ്ങൾ പ്രകാശിപ്പിച്ചു എന്നതാണ് ആശാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് അദ്ദേഹം പൗരാണിക സംസ്കാരത്തെയും ബുദ്ധപാരമ്പര്യത്തെയും സമന്വയിപ്പിച്ചു. ആ സ്നേഹഗീതികൾ ഒരു അധമ സംസ്കാരത്തെ മാറ്റിമറിച്ചു. അതിനുമപ്പുറം തൻ്റെ മാനവിക വീക്ഷണം ശക്തമായി ഉയർത്തിപ്പിടിക്കാൻ സഹജീവികളോട് ആഹ്വാനം ചെയ്ത കവി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ
മാറ്റുമതി കളി നിങ്ങളെ താൻ എന്ന ദുരവസ്ഥ എന്ന കവിതയിലൂടെ ഗർജിച്ചു. ആ ഗർജനം ജാതി കോമരങ്ങളുടെയും ചൂഷകരുടെയും കോട്ടകൊത്തളങ്ങളിൽ പ്രതിധ്വനിച്ചുവെന്ന് പ്രസംഗകർ പറഞ്ഞു. നവോദയ വായനശാല ഈ വർഷം നടത്തിയ ഏറ്റവും വലിയ പരിപാടിയായിരുന്നു കുമാരനാശാൻ സ്മൃതി 2024. അതിൽ കുട്ടികൾ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ കവിതാലാപന മത്സരം, പ്രസംഗ മത്സരം, ക്വിസ്, പ്രശ്നോത്തരി മത്സരം എന്നിവ നടത്തി. കുട്ടികളൊക്കെ വളരെ ആവേശത്തോടു കൂടി ആണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. 150ഓളം പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. വൻ വിജയമായിരുന്നു ഈ പരിപാടി. ലൈബ്രറി കൗൺസിൽ അംഗീകാരത്തോടെ 4 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഗ്രാമീണ വായനശാലയാണ് നവോദയ. ആശാന്റെ കൃതികളെ ആസ്പദമാക്കി നടത്തിയ വിവിധ പരിപാടികളിൽ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. വാർഡ് മെമ്പർ K. മോഹൻദാസ്, K. സുധീർ, P. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നവോദയ വായനശാല പ്രസിഡന്റ് PC ജയപ്രകാശ് സ്വാഗതവും സെക്രട്ടറി P. ചന്ദ്രമോഹൻ നന്ദിയും പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. ഡിസംബർ 21 മുതൽ 31 വരെ രാപ്പാടിയിൽ നടക്കുന്ന സ്വരലയ സമന്വയത്തിന്റെ ഭാഗമായി നൃത്തസംഗീത മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രശസ്ത ഗസൽ ഗായിക സുനിത നെടുങ്ങാടി കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻ SP K. വിജയൻ അധ്യക്ഷത വഹിച്ചു. ജയരാജൻ മാസ്റ്റർ, പ്രൊഫസർ K. സോമശേഖരൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പാലക്കാട് മോയിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, LP സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. ക്ലാസിക്കൽ മ്യൂസിക്, ലളിതഗാനം, സംഘഗാനം, ഫിലിം സോങ്, നാടൻപാട്ട്, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവയിലാണ് മത്സരങ്ങൾ നടന്നത്. മത്സര വിജയികൾക്ക് സ്വരലയ സമന്വയം വേദിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പാലക്കാട് വടക്കന്തറ പടിഞ്ഞാറത്തറ നായർ സംഘം സൗജന്യ പ്രമേഹ ബോധവൽക്കരണത്തോടൊപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, വൈദ്യരത്നം ഔഷധശാല എന്നിവരുമായി സഹകരിച്ചായിരുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വടക്കന്തറ ബാപ്പുജി ഹാളിൽ നടന്ന ക്യാമ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P. പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. നായർ സംഘം പ്രസിഡന്റ് K. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗം P. ശിവകുമാർ, N. കേശവ് പ്രസാദ്, ഡോക്ടർ KR സുബോധ്, PV രമ്യ ശിവദാസ്, PV മുരളീധരൻ, K. വേണുഗോപാൽ, ഡോക്ടർ KP വത്സുകുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. നിർധനരായ നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.